ഹലോ, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ചേർന്നിട്ട് നമ്മളൊരു ഡേ ഔട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പറയാൻ മാത്രമായിട്ട് വലിയ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോയതല്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കണ്ടിട്ട് ഒരു 6 മന്ത് എബോ ആയി എല്ലാവരും പരസ്പരം കണ്ടിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം, സംസാരിക്കാം. നമ്മളിപ്പം അത്യാവശ്യം നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും അല്ലേ. അങ്ങനെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ചില്ല് ചെയ്യാൻ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ കണ്ണൂർ കോട്ടയിലേക്കാണ് പോയത്. നമ്മൾ ഏറ്റവും കൂടുതൽ മീറ്റപ്പ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് തലശ്ശേരി കോട്ടയിലാണ്. എന്ത് ബർത്ത്ഡേ ആണെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഗെറ്റ് ടുഗദർ ആണെങ്കിലും വട്ടവർ എന്താണെങ്കിലും നമ്മൾ തലശ്ശേരി കോട്ടയിൽ വെച്ചിട്ടാണ് നടത്താറുള്ളത്. സോ നമ്മൾ ഇത്തവണ പറഞ്ഞത് തലശ്ശേരി വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് തലശ്ശേരി വേണ്ട, നമുക്ക് കണ്ണൂർ കോട്ടയിലേക്ക് പോകാം. അങ്ങനെ കണ്ണൂർ കോട്ടയാണ് പ്ലാൻ ചെയ്തത്. ആസ് യൂഷ്വൽ നമ്മൾ ഏത് സ്ഥലത്ത് പോകുന്നതാണെങ്കിലും എപ്പോഴും ഡിലേ ആവും, ലേറ്റ് ആവും. സോ ഇത്തവണയും അതേപോലെ തന്നെ സംഭവിച്ചത്. പുതുമയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് ഒരു 11 മണിക്കുള്ളിൽ കണ്ണൂർ എത്താന്നുള്ളതാണ്. KSRTC പ്രിയദർശിനി ബസ്സിലാണ് ആദ്യമായിട്ട് ട്രാവൽ ചെയ്തു. അപ്പോൾ പ്രിയദർശിനി ബസ്സിലാണ് ഞാൻ കണ്ണൂരേക്ക് പോയത്. അതായത് ഞാൻ ഇന്നലെ പോയ ആ ഡേ ഔട്ടിൻ്റെ വീഡിയോസ് ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല. ബിക്കോസ് എനിക്കിങ്ങനെ പുറമേ നിന്ന് വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഹായ് ഗായ്സ് എന്നിങ്ങനെ പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. മാത്രമല്ല ഞാനൊരു എക്സ്ട്രീം ഇൻട്രോവേർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ എടുത്തിട്ടില്ല. വോയിസ് ഓവർ കൊടുത്തിട്ട് കഴിയുകയാണെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ആ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ ഞാനൊരു സോങ്ങോ സംതിങ് ആഡ് ചെയ്തിട്ട് ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തേക്കാം. ഇന്നലെ പോയ ഡേ ഔട്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രിയദർശിനി ബസ്സിൽ ചാടി കയറിയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയത്. ടിക്കറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും പോലെ ഒരു ചടങ്ങായതുകൊണ്ട് ഞാനും മുടക്കിയില്ല. പിന്നെ പുറത്തു നിന്നുള്ള അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴക്കാറുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ പോയിരുന്നു. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. എൻ്റെ ഫ്രണ്ട്സ് ആസ് യൂഷ്വൽ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. 11:30 ഞാൻ എത്തിയെങ്കിലും അവരെത്തുമ്പോഴേക്കും 12:15 പിന്നെ അടുത്ത് എന്ത് എന്നുള്ള പ്ലാനായിരുന്നു എൻ്റേത്. ഇരിക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റാൻഡിൻ്റെ വിസ്തീർണം എടുക്കലായിരുന്നു എൻ്റെ ജോലി. അവിടെ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടെങ്കിലും ബുക്ക് വായിക്കുന്ന ഒരു നല്ല ഗുണമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങാൻ നിന്നില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് 11:30 എത്തേണ്ടതിന് 12:30 എത്തിയിട്ട് ഒരു ഭാവ വ്യത്യാസമില്ലാതെ വരുന്നത് ഞാൻ കണ്ടത്. ബോറടി മാറ്റാനായി ഒരാളെയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞാൻ അങ്ങനെ ഇരുന്നു. ഇനി അടുത്ത ആൾക്കായുള്ള കാത്തിരിപ്പാണ്. വെറുതെ ഇനി നിന്ന് സമയം കളയേണ്ട, ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാവും അടുത്ത വിശേഷങ്ങളെന്ന് കരുതി ഞങ്ങൾ നേരെ പോയത് സോഫ്റ്റിലേക്കാണ്. ഹോട്ടലിലെത്തി ബിരിയാണി ഓർഡർ ചെയ്ത ശേഷം ഞങ്ങൾ മറ്റേ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നാൽ അവൾ എത്താൻ നല്ല ലേറ്റ് ആയിരുന്നു. ഒടുവിൽ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി. അവൾ എത്തി ഗായ്സ്. കണ്ണൂരുള്ളവർക്ക് നന്നായിട്ട് അറിയായിരിക്കും സോഫ്റ്റിലെ ബിരിയാണി എന്ന് പറയുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ്. എങ്കിലും ഞങ്ങൾക്ക് ഫുള്ള് കഴിക്കാനുള്ള ത്രാണിയില്ലാത്തതാണ് എല്ലാവരും സിംഗിളാണ് വാങ്ങിയത്. ഉച്ച സമയവും നല്ല വെയിലും റോഡ് ബ്ലോക്കും. അതുകൊണ്ട് തന്നെ ഒറ്റ ഓട്ടോ പോലും ഞങ്ങൾക്ക് വേണ്ടി കണ്ണൂർ ഫോർട്ടിലേക്ക് വരാൻ തയ്യാറായില്ല. ഞങ്ങൾ മാർക്കറ്റ് റോഡിലൂടെ കയറി അത്യാവശ്യം നല്ലോണം നടന്നിട്ടാണ് പിന്നീട് കണ്ണൂർ ഫോർട്ടിലേക്ക് പോകുന്നത്. വെയിൽ സഹിക്കാൻ തീരെ കഴിയാതപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചു. അങ്ങനെ ഓട്ടോയിലാണ് ഞങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു ആമക്കുളമാണ്. പിന്നീട് ഞങ്ങൾ അവിടെയുള്ള വിഷ്വൽസൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. വിഷ്വലി നല്ല ബ്യൂട്ടിഫുള്ളായ പ്ലേസ് ആണെങ്കിൽ അത് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാവും ശരി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉച്ച സമയമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാതെ പോയത്. ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ നല്ല മോർണിംഗ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എങ്കിലും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കുന്നതിൽ ഞങ്ങൾ അത്ര പിശുക്ക് കാണിച്ചിട്ടില്ല. അതിന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ടായിട്ടും ഇൻസ്റ്റയിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ നല്ല സംഭാരവും ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നീട് കോട്ടയുടെ അടുത്ത് നിന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്താനുള്ള ദൂരം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡ് ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നീട് ഞങ്ങൾ ഒരു ഓട്ടോ കിട്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പിന്നീട് അവരെ ട്രെയിൻ കയറ്റി വിട്ട് ഞാൻ എൻ്റെ ട്രെയിനിലും കയറി വീട്ടിലേക്ക് പോന്നു.